ഹലോ എവരിവൺ, ഞാൻ സിമി റോബിൻ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ് കൗൺസിലർ ആൻഡ് പ്രൊഫഷണൽ ട്രെയിനർ. നമ്മുടെയൊക്കെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്ന നല്ല നല്ല പുസ്തകങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ഇന്നും ഒരുപാട് പേരെ ആകർഷിക്കുകയും അതോടൊപ്പം തന്നെ ലൈഫിൽ ഒരുപാട് പ്രചോദനം നൽകുകയും ചെയ്യുന്ന ഒരു ബുക്കാണ് ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കെയ്ലോയുടെ ദ ആൽക്കമിസ്റ്റ് എന്ന ബുക്ക്. ഏകദേശം 30ഓളം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എങ്കിലും അതിൽ ഏറ്റവും അധികം ഫേമസ് ആയിട്ടുള്ളതും അദ്ദേഹം അറിയപ്പെടുന്നതും ദ ആൽക്കമിസ്റ്റ് എന്ന ഈ ഒരു രചനയിലൂടെയാണ്. സാന്റിയാഗോ എന്ന ഒരു ഇടയ ബാലനെ കുറിച്ചാണ് ഇതിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത്. നിധി തേടി സ്പെയിനിൽ നിന്നും ഈജിപ്തിലേക്ക് യാത്രയാകുന്ന ആ ഒരു ബാലന്റെ ആ ഒരു യാത്രയില് കണ്ടുമുട്ടുന്ന പല പല വ്യക്തികളും അതോടൊപ്പം തന്നെ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളും എങ്ങനെയാണ് ആ ബാലന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ബുക്കാണ് ദ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾക്ക് തരുന്ന നല്ല നല്ല സന്ദേശങ്ങളും ഈ ഒരു കൃതിയിലുണ്ട്. ദ ആൽക്കമിസ്റ്റ് എന്ന ബുക്കിലൂടെ നമുക്കൊക്കെ ലൈഫിലേക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ലൈഫ് ലെസൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ലൈഫ് ലെസൺ ആണ് പേഴ്സ്യൂ യുവർ ഡ്രീംസ്. നമ്മളുടെ സ്വപ്നങ്ങളെ നമ്മൾ തേടി പിടിക്കുക അല്ലെങ്കിൽ അത് നേടിയെടുക്കുക എന്നുള്ള ഒരു വലിയ പാഠം ദ ആൽക്കമിസ്റ്റ് എന്ന ബുക്കിലൂടെ പൗലോ കെയ്ലോ നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മളുടേതായ സ്വപ്നങ്ങള് തടസ്സങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും അത് തേടി പിടിക്കാൻ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും അല്ലെങ്കിൽ അവരുടെ അംബീഷൻ ആയിരിക്കും നമ്മളുടെയൊക്കെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളുടെയൊക്കെ ലൈഫിന്റെ പർപ്പസ് എന്താണ് എന്ന് തിരിച്ചറിയാനോ ആ ഒരു ലക്ഷ്യത്തിലേക്ക് യാത്രയാകാനോ നമ്മൾ തയ്യാറാകാതെ അല്ലെങ്കിൽ അറിയാതെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് എല്ലാവരുടെയും ലൈഫിൽ പൊതുവിൽ കാണാറുണ്ട്. നമ്മളുടെ സ്വപ്നങ്ങളെ തിരിച്ചറിയുക, നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ വഴിയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ. ഫിയർ ഈസ് ദ ബിഗ്ഗസ്റ്റ് ബാരിയർ. നമ്മുടെയൊക്കെ ലൈഫിൽ പലപ്പോഴും ഏറ്റവും വലിയ ബാരിയർ അല്ലെങ്കിൽ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഭയമാണ്. പലതരത്തിലുള്ള ഭയങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ മുമ്പോട്ട് പോകുന്നതിന് അല്ലെങ്കിൽ വിജയിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് യാത്ര ചെയ്താൽ അല്ലെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്താൽ തോറ്റുപോകുമോ എന്നുള്ള ഒരു ഭയം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തു പറയും എന്നുള്ള ഒരു ഭയം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഭയങ്ങളാണ് പലപ്പോഴും ലൈഫിൽ നമ്മളെ മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കുന്നത്. എന്നാൽ ഈ ഒരു നോവലിലൂടെ സാന്റിയാഗോ എന്നുള്ള ആ ഒരു ബാലൻ തന്റെ ഭയങ്ങളെ എല്ലാം മറികടന്ന് തന്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന ഒരു വലിയ പാഠമാണ് കഥാകൃത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ദ ജേർണി ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ദ ഡെസ്റ്റിനേഷൻ. ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ അത് നേടിയെടുക്കാനുള്ള നമ്മളുടെ ആ യാത്ര എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ നമുക്ക് പലപ്പോഴും പല അനുഭവങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ അത് നല്ല നല്ല അനുഭവങ്ങളായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ട്രഗിൾസ് ആവാം, ചലഞ്ചസ് ആവാം. എന്ത് തന്നെ ആയാലും ആ ഒരു ജേർണിയിൽ ഉടനീളം നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാവുക. അതിൽ നിന്നും നമ്മൾ കൂടുതലായിട്ടും കരുത്താർജിക്കാനും അതോടൊപ്പം തന്നെ മുമ്പോട്ടുള്ള ലൈഫിൽ മിസ്റ്റേക്കുകൾ ഒഴിവാക്കാനും ഇങ്ങനെയുള്ള പാഠങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ലിസൺ ടു യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുക. നമ്മളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താണോ അല്ലെങ്കിൽ അത് നമ്മളോട് പറയുന്ന വഴി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു പാത്തിലൂടെ നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ റിയൽ പർപ്പസ് എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത്. ദ യൂണിവേഴ്സ് കൺസ്പയർസ് ടു സപ്പോർട്ട്. ഈ ഒരു ആൽക്കമിസ്റ്റ് എന്ന ബുക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജും എല്ലാവരും പൊതുവില് ആൽക്കമിസ്റ്റ് എന്ന ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു മെസ്സേജാണ്. അതായത് ഒരു കാര്യം നമ്മൾ ഏറ്റവും അധികം തീവ്രമായി ആഗ്രഹിച്ച് നേടണമെന്ന് തീരുമാനിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചം പോലും അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു വലിയ മെസ്സേജ്. നമ്മൾ വിശ്വാസത്തോടെയും അതോടൊപ്പം തന്നെ തീവ്രമായി ആഗ്രഹിച്ചും കൃത്യതയോടും കൂടി വർക്ക് ചെയ്യുകയാണ് എങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം ആത്മാർത്ഥതയോടെ ഉള്ളതാണ് എങ്കിൽ അത് നേടിത്തരാൻ ഈ പ്രപഞ്ചം നമുക്ക് കൂട്ടു നിൽക്കും അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തും എന്നുള്ള ഒരു വലിയ മെസ്സേജും ഈ ഒരു ബുക്കിൽ നിന്ന് നമുക്ക് ലഭിക്കും. ലേൺ ഫ്രം എവരി എക്സ്പീരിയൻസ്. ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന അല്ലെ അനുഭവിക്കുന്ന ഓരോ സിറ്റുവേഷൻസും അല്ലെങ്കിൽ എക്സ്പീരിയൻസുകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. പലപ്പോഴും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കില്ല ലൈഫിൽ
സംഭവിക്കുന്നത്. മോശപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന നമുക്ക് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ അല്ലെ സ്ട്രഗിളുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ അതൊക്കെയും എന്നെ തളർത്തിക്കളയാനുള്ളതല്ല എന്നും എന്നെ കൂടുതൽ ശക്തിപ്പെടുത്താനും ലൈഫിൽ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുമുള്ള നല്ല പാഠങ്ങളാണ് പറഞ്ഞു തരുന്നത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മളെ തന്നെ മാറ്റാൻ തയ്യാറാവുമ്പോൾ ലൈഫിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായി സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിലാണ് ദ ആൽക്കമിസ്റ്റ് എന്ന ബുക്ക് പൗലോ കെയ്ലോ എഴുതിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇത് ഇത്രമാത്രം പ്രചാരം ഇന്നും നൽകുന്നത് എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ വിജയിക്കേണ്ടത് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ള പാഠങ്ങളൊക്കെ വളരെ കൃത്യമായും വ്യക്തമായും ഈ ഒരു ബുക്കിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ലൈഫിൽ വിശ്വാസത്തോടെ കറേജോടുകൂടി മുമ്പോട്ട് സ്ഥിരതയോടെ നമ്മുടെ ഒരു ലക്ഷ്യം നമുക്കുണ്ടായെങ്കിൽ അത് നേടാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ വിജയം നമ്മളെ തേടിയെത്തും എന്നുള്ളതാണ് ഈ ഒരു ബുക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം.